വൻഷും ഗൗരിയും ഒരുപാട് ദൂരെ സഞ്ചരിച്ച് വൈകുന്നേരം അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഗൗരി സീറ്റിൽ ചാരി ഉറക്കം പിടിച്ചിരുന്നു. അവൻ അവളെ വിളിച്ചുണർത്തി. ഗൗരി കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. ചുറ്റും നോക്കിയപ്പോൾ സന്ധ്യ മയങ്ങുന്നേരം ആയിട്ടുണ്ട്. അപ്പോഴാണ് അവൾ ആ പേര് കാണുന്നത്. നാഥൻ മഠം. വലിയ പടിപ്പുരവാതിലിന്റെ ചുമരിൽ സുവർണ ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. അച്ഛൻ്റെ തറവാട്. അതേപോലെ മറ്റൊരു തറവാടും തൊട്ടപ്പുറത്തുണ്ട്. അവൾ വൻഷിനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ഗൗരിയും വൻഷും വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഗൗരിയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും എല്ലാം കൂടി ചേർന്ന് നിന്ന് അങ്ങനെ ഒരു ഭാവമായിരുന്നു. എന്നാൽ വൻഷിൽ പലതും തുടങ്ങി വെക്കാനുള്ള കാൽവെപ്പ് പോലെയായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ആ വീടിന്റെ മണ്ണിൽ കാൽവെച്ചതും ശക്തമായ ഒരു കാറ്റ് അവരുടെ വരവിനെ ആനയിച്ചു. അവരുടെ വരവിനെ പൂർവികർ അനുഗ്രഹിക്കുന്നത് പോലെ. ഉമ്മർത്ത് കുറച്ച് പണിക്കാർ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരെ രണ്ടുപേരെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് കാര്യസ്ഥനെന്ന് തോന്നിക്കുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നത്. ദേവൻ കുഞ്ഞെ, വൻഷിനെ കണ്ട അയാൾ വിളിച്ചു. ഗൗരിയാണെങ്കിൽ വൻഷിനെ ഇയാളെന്താ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ആലോചിച്ചു. ഒപ്പം വൻഷു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ എന്നും അവൾ ചിന്തിച്ചു. ദേവകുഞ്ഞ് എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എല്ലാവരും അകത്തുണ്ട്. അയാൾ വീണ്ടും അവനോട് ചോദിച്ചു. ഇവിടെ ആരും ഇല്ലേ? അവൻ വലതുവശത്തെ വീട്ടിലേക്ക് നോക്കി ചോദിച്ചു. അവിടെ സാവിത്രിയമ്മ മാത്രമേ ഉള്ളൂ. നന്ദൻകുഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. രാമൻ അങ്ങന്ന് പോയേ പിന്നെ നന്ദൻകുഞ്ഞിനെ തിരിച്ചു വിളിച്ചെങ്കിലും നന്ദൻകുഞ്ഞ് വരാൻ തയ്യാറായില്ല. സാവിത്രിയമ്മ നന്ദൻകുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമെങ്കിലും പിന്നെ അതും ഇല്ലാതെ ഇല്ലത്ത് മാത്രം കൂടി. അയാൾ അവനോട് പറഞ്ഞു. ആ, വൻഷൊന്ന് മൂളി. അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് നന്ദന്റെ തറവാട്ടിലേക്ക് നടന്നു. പുരാതനമായ ഒരു വീട്. കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും പ്രൗഢിക്ക് ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്ന വീട്. ഉമ്മർത്ത് തൂക്കിയിട്ട മണിയിൽ വൻഷ് പിടിച്ചു വലിച്ചു. മണിയുടെ ശബ്ദം നിലച്ചു. കുറച്ചു കഴിഞ്ഞതും 70 വയസ്സ് തോന്നിക്കുന്ന ഒരു ഐശ്വര്യമുള്ള സ്ത്രീ അകത്തു നിന്നും വാതിലും തുറന്ന് പുറത്തേക്ക് വന്നു. ഉമ്മർത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. ഗൗരി, അച്ചമ്മേ! അവളും അവരെ കെട്ടിപ്പിടിച്ചു. വൻഷിനെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. ദേവന്റെ മോനാണോ നീ? അതെ എന്നവൻ തലയനക്കി. ഈശ്വരാ, എൻ്റെ കുട്ടി വാ, അച്ചമ്മ തന്നെയാ നിനക്കും. അവർ അവനെയും ചേർത്ത് പിടിച്ചു. ഇരുവരെയും ചേർത്ത് പിടിച്ച് അവർ അകത്തേക്ക് നടന്നു. ഇതേ സമയം കാര്യസ്ഥൻ രഘുനാഥന്റെ അടുത്ത് വൻഷും ഗൗരിയും വന്ന വിവരം എത്തിച്ചിരുന്നു. റൂമിൽ നെഞ്ചിൽ തിരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് രഘുനാഥ്. ഉള്ളിൽ ദേവന്റെ മുഖം തെളിഞ്ഞു വന്നതും അയാളിൽ ഭയം നിറഞ്ഞു. മകനേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ സ്വന്തം ചോരയുടെ ജീവൻ എടുക്കാനും കൈവിറച്ചില്ല. അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. വൻഷ് ചെകുത്താനാണ്. ആരുടെ മുൻപിലും ഒരു ദയയും കാണിക്കാത്ത ചെകുത്താൻ. അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളിൽ ആദ്യമായി മരണഭയം നിറഞ്ഞു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകൻ ജീവന് വേണ്ടി കെഞ്ചിയത് അയാളുടെ കൺമുൻപിൽ കാണുന്നത് പോലെ തോന്നി. അയാൾ നെഞ്ചിൽ തടവി കട്ടിലിലേക്കിരുന്നു. ചെയ്തുപോയ പാപത്തിന്റെ തീച്ചുളകൾ അയാളെയും വേട്ടയാടാൻ തുടങ്ങി. ശിവയുടെ വീട്ടിൽ നിന്നും രുദ്രൻ നേരെ ഓഫീസിലെത്തി. കുറച്ച് അത്യാവശ്യം ഫയൽ നോക്കാനുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ്റെ മനസ്സിൽ ശിവയുടെയും കുഞ്ഞുങ്ങളുടെയും മുഖം വന്നതും ഒരു ചിരി വിരിഞ്ഞു. ഫോൺ കയ്യിലെടുത്ത് ശിവയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്തും രുദ്രൻ ചിരിയോടെ ഫോണിൽ നോക്കിയിരുന്നു. കുഞ്ഞുങ്ങൾ രണ്ടും കട്ടിലിൽ കിടക്കുകയാണ്. ശിഖ, വേർ ആർ യു? ഐ വാണ്ട് ടു സീ യു. നോ അൻഷി, എത്ര ദിവസം നിന്റെ വർക്കുണ്ട്? അത് കഴിയും വരെ നീ എന്നെ കാണണ്ട, ശിവ അവനോട് പറഞ്ഞു. ബട്ട് ശിഖ, ഐ വാണ്ട്. രുദ്രൻ പറയാതെ നിർത്തി. ഇറ്റ്സ് റിമൈൻഡിങ് യു. നിനക്ക് എന്നെ കാണാനുള്ള ആഗ്രഹം കൂടുമ്പോൾ എല്ലാം കഴിഞ്ഞ് തിരികെ വരാൻ നിനക്ക് തിടുക്കം കൂടും. അതുകൊണ്ട് നീ എന്നെ കാണണ്ട. അത്രയും പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. ശിഖ കോള് കട്ട് ചെയ്ത് കുറച്ചു നേരം രുദ്രൻ അവളെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എല്ലാവരെക്കാളും വ്യത്യാസമാണ് ശിവ. സ്നേഹവും ഇഷ്ടവും ദേഷ്യവും സങ്കടവും എല്ലാം പ്രകടമാക്കുന്നത് പല രീതിയിലാണ്. എല്ലാത്തിനും അവളുടേതായുള്ളൊരു ഭാവമുണ്ട്. ചങ്ക് പറിച്ച് ആത്മാവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവളാണ്. അതാണ് ശിവ. സ്നേഹം ഒരിക്കലും യാചിക്കുകയോ ഭിക്ഷയായി നൽകുകയോ അല്ല. അത് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രകടമാക്കി സ്നേഹിക്കുന്ന പ്രകൃതം. ഗൗരി കുളി കഴിഞ്ഞ് ഫ്രഷായി വന്നു. നേരിയതും മുണ്ടുമാണ് അവളുടെ വേഷം. കുളിച്ച് തോർത്ത് തലയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. കുളിച്ചു വന്നതുകൊണ്ട് തന്നെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അവൾ വിളക്ക് കൊളുത്താൻ വേണ്ടി അച്ചമ്മയുടെ കൂടെ ചെന്നു. തുളസിത്തറയിൽ വിളക്ക് വെച്ചു. നല്ല കുളിർക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ മുൻപിലേക്ക് വൻഷു വന്നു. കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ദീപത്തിന്റെ വെളിച്ചത്തിൽ അവന്റെ മുഖത്തിനൊരു വല്ലാത്ത വെട്ടം പോലെ തോന്നിച്ചു. കൺചിമ്മാതെ അവനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. ഒരു ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത്. അച്ചമ്മ കൊടുത്തതാണ്. മറുത്തൊന്നും പറയാതെ അത് വാങ്ങി ഉടുക്കുമെന്ന് ഗൗരിയും പ്രതീക്ഷിച്ചില്ല. മോളെ, വിളക്ക് വെച്ച് കഴിഞ്ഞോ? അച്ചമ്മയുടെ ചോദ്യം കേട്ടാണ് അവനിൽ നിന്നും അവൾ മുഖം മാറ്റിയത്. കണ്ണുകൾ പിടച്ചിലൂടെ മാറ്റി അച്ചമ്മയുടെ കൂടെ അകത്തേക്ക് കയറി. അവളുടെ പിടപ്പ് അവനിൽ ചിരി വിരിയിച്ചു.
അവൻ്റെ ചിരി അത് അവൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ഗൗരി ഭസ്മക്കുറി വരച്ച് ഉമ്മറത്തേക്ക് വന്നു. അവിടെ തിണ്ണയിലിരിക്കുന്ന വൻഷ്യന്റെ നെറ്റിയിലും കയ്യിലുണ്ടായിരുന്ന കുറി വരച്ചു കൊടുത്തു. അവളുടെ കയ്യിലെ തണുപ്പിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഭസ്മക്കുറി വരച്ചത് കൂടെ ആയതും അവൻ ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരനായി. ഗൗരി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഉള്ളിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത മനസ്സാണ് അവൻ്റേത്. വൻഷ് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഇരുത്തി. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. ആരും അവിടെയില്ല, അവര് മാത്രമേ ഉള്ളൂ. അവൾക്കത് ആശ്വാസമായി. ഗൗരി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വൻഷ അവളുടെ പിറകിൽ കൂടി കെട്ടിപ്പിടിച്ച് തോളിൽ താടി കുത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. അത് തെച്ചുവേട്ടാ, ആരെങ്കിലും കാണും. കണ്ടാലെന്താ? അത് മോശമല്ലേ? എന്ത് മോശം? ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നതാണോ? അയ്യോ, അങ്ങനെയല്ല. ദെൻ വൈ യു ആർ മൈൻ? വൻഷ് ഗൗരവത്തിൽ തന്നെ അവളോട് പറഞ്ഞു. ഗൗരി ഒന്നും മിണ്ടാതെ ഇരുന്നു. കാരണം വൻഷിനോട് ന്യായീകരിക്കാൻ അവൾക്കറിയില്ല. അല്ലെങ്കിൽ അവന് മുൻപിൽ പറഞ്ഞു ജയിക്കാനാവില്ല. കണ്ട അന്നു മുതൽ അവളോട് എല്ലായ്പ്പോഴും അവൻ ഇങ്ങനെയാണ്. അവളിൽ അവനാണ് കൂടുതൽ അവകാശം. അവന്റെ ശരികൾ അത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം, പക്ഷെ പിന്നീട് അതായിരിക്കും ഭാവിയിൽ നല്ലതായി തീരുന്നത്. വൻഷിനെ അറിയാൻ ഒരുപാടുണ്ട്. ശരിക്കും ഒരു പസിലാണ്. എത്രയൊക്കെ അവനെ അറിയാൻ ശ്രമിച്ചാലും ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുന്നേ ആയിരിക്കും അവന്റെ പ്രവൃത്തികൾ. കുറച്ചു നേരം ആ ഉമ്മറത്തിണ്ണയിൽ ഇരുവരും ഇരുന്നു. എന്തോ ഇരുവരും എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. അകത്തു നിന്ന് അച്ഛമ്മ രണ്ടുപേരെയും അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്ന് എഴുന്നേൽക്കുന്നതാണ് നാഥൻ മഠത്തിലെ ശീലം. വരുന്ന അതിഥികൾക്കും അങ്ങനെ തന്നെ. കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും ഉപ്പേരിയും പപ്പടവുമായിരുന്നു അത്താഴം. ഗൗരി വൻഷിനെ നോക്കി. അവന്റെ മുഖത്ത് ഭാവഭേദം ഒന്നുമില്ല. കൈ കഴുകി മേശയുടെ അടുത്തേക്ക് അവനും വന്നിരുന്നു. എന്റെ മഹാദേവ, ഈ ചെകുത്താനെ മനസ്സിലാകുന്നതേ ഇല്ലല്ലോ, ഗൗരി മനസ്സിൽ പറഞ്ഞു. അച്ഛമ്മ കഞ്ഞി വിളമ്പി. കുറച്ച് വിളമ്പിയതും മതിയെന്ന് കാണിച്ചു വൻഷ്. ഗൗരിയും കൂടെ ഇരുന്നു. കഴിച്ചു കഴിഞ്ഞ് വൻഷ് എഴുന്നേറ്റു. ഗൗരിയും കഴിച്ച് പാത്രം അടുക്കളയിൽ കൊണ്ടുവച്ച് എല്ലാം ഒതുക്കി വെച്ച് കിടക്കാൻ റൂമിലേക്ക് പോയി. ഗൗരി റൂമിലെത്തുമ്പോൾ വൻഷ് ലാപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൗരവത്തിലാണ്. ഓഫീസിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ട് ഫോൺ കോൾസും മറ്റുമായി മാനേജ് ചെയ്യുന്നുണ്ട്. അവൾ വാതിലടച്ച് വെള്ളം ടേബിളിൽ വെച്ച് അവനെ ഒന്ന് നോക്കി. ഇപ്പോഴും ലാപ്പിൽ നോക്കിയിരിക്കുകയാണ്. ഗൗരി ഫോൺ എടുത്ത് അച്ചുവിനെ വിളിച്ചു. ഡാ അച്ചൂട്ടാ, ഉറങ്ങിയോ നീ? പിന്നെ നിന്നെ വിളിക്കാതെ. നീ വിളിച്ചപ്പോൾ ഞാൻ റൂമിലില്ലായിരുന്നു, ഫോൺ ചാർജിലിട്ടിരുന്നു. ആ, അമ്മ കിടന്നോ? അവരുടെ സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. വൻഷ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ മുഖത്ത് ഓരോ ഭാവങ്ങളും അവനൊരു കുഞ്ഞു കുട്ടിയെപ്പോലെ തോന്നിച്ചു. വൻഷ് ഒരു നിമിഷം എല്ലാം മറന്ന് ഗൗരിയിൽ മുഴുവനായും ലയിച്ചുപോയി. അവളുടെ ചിരിയാണ് അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റിയത്. കുറച്ചു നേരമായി വിളി തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും തീരില്ല, അതെന്നറിയാം. വൻഷ് വർക്ക് കഴിഞ്ഞ് ലാപ്പ് മടക്കി എടുത്തു വെച്ചു. ഗൗരി അതൊന്നും അറിയാതെ ഫോൺ വിളിക്കലിലാണ്. അവൻ വന്ന് കട്ടിലേക്കിരുന്നു. ഗൗരിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. പെട്ടെന്നായതുകൊണ്ട് ഗൗരി ഒന്ന് ഞെട്ടി. അച്ചു ഫോണിൽ ഹലോ ചോദിക്കുന്നുണ്ട്. വൻഷ് അവളുടെ വയറിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു കിടന്നു. ഗൗരി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഗൗരിയുടെ മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അച്ചു കോള് കട്ട് ചെയ്തു. വൻഷ് അവളുടെ വയറ്റിലേക്ക് മുഖം പൊഴ്ത്തി. ദച്ചുവേട്ടാ, അവൾ അവനെ അറിയാതെ വിളിച്ചു. വൻഷൊന്ന് മൂളി. അവളുടെ വയറ്റിൽ മുഖം ചേർത്ത് അങ്ങനെ കിടന്നു. ഉറങ്ങുന്നില്ലേ? ഗൗരി വിറച്ചുകൊണ്ട് ചോദിച്ചു. വൻഷ് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ആകെ വിറച്ചു നിൽക്കുകയാണ്. കണ്ണുകൾ വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. ചുണ്ടുകൾ വിറച്ച് മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വൻഷ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്കിരുന്നു. ഗൗരി, ഐ വാണ്ട് യുവർ ലിപ്സ്. അവൻ അവളുടെ ചെവിയിൽ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയും നേരമായി ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്ന ഹൃദയം വീണ്ടും ഉച്ചത്തിലിടിച്ചു. വൻഷ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി. ഗൗരി ഞെട്ടി അവനെ മുഖമുയർത്തി നോക്കി. ഇപ്പോഴും ഈ വിറയൽ എന്തിനാ? വൻഷ് അവളോട് ചോദിച്ചു. അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ കൈ ഉയർത്തി അവളുടെ മുഖം അവനിലേക്ക് തിരിച്ചു. അവളുടെ കണ്ണിൽ അതരം ചേർത്ത് പതിയെ മുഖത്തും ഓരോ അണുവിലും അവൻ്റെ ചുണ്ടുകൾ നീങ്ങി. അവസാനം അവളുടെ അതരത്തിലെത്തി നിന്നു. അവളുടെ മേൽചുണ്ടിലെ അതരത്തിന്റെ മുകളിലുള്ള വിയർപ്പ് തുള്ളിയെ അവൻ നാവുകൊണ്ട് തഴുകി. അവളുടെ കണ്ണുകൾ താമര പൂമൊട്ട് പോലെ കൂമ്പിപ്പോയി. പതിയെ അവൻ മേൽചുണ്ട് മുഴുവനും വായിലാക്കി നുണഞ്ഞു. ഗൗരിയുടെ കൈകൾ അവന്റെ നെഞ്ചിൽ അമർന്നു. അവൾ പിടഞ്ഞു പോയിരുന്നു അവന്റെ ചുംബനത്തിൽ. അവന്റെ ചുംബനം ഓരോ പ്രാവശ്യവും അവളെ തളർത്തിക്കൊണ്ടിരുന്നു. വന്യമായും മൃദുവായും അവളുടെ ചുണ്ടുകളെ അവൻ നുണഞ്ഞു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും വൻഷ് അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പുറത്ത് തടവിക്കൊടുത്തു. ഗൗരിയും അവന്റെ നെഞ്ചിൽ മുഖം വെച്ച് കുറച്ചു നേരം ഇരുന്നു. അതെ, ഇങ്ങനെ ഇരിക്കുവാണോ? കിടക്കണ്ടേ? ഗൗരി ഇരിക്കുന്നത് കണ്ട് അവൻ മുഖം അടുപ്പിച്ച് ചോദിച്ചു. അവൾ ഞെട്ടി മടിയിൽ നിന്നും ഇറങ്ങി. വൻഷി ചിരിച്ച് അവളെയും പിടിച്ച് കട്ടിലേക്ക് കിടന്നു. പതിയെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു. അച്ഛൻ എന്തായി പറയുന്നേ? വൻഷി തറവാട്ടിലുണ്ടെന്നോ? അലോക് ചോദിച്ചു. അതെ, അവൻ രാമച്ചന്റെ വീട്ടിലുണ്ട്. അവരെന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ ആകെ അസ്വസ്ഥനാണ്. ചെറിയച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അവൻ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും അവൻ്റെ വരവ് നല്ലതിനാകില്ല. ആ, എൻ്റെ ഗൗരിയെ എൻ്റെ കൺവട്ടത്തിൽ നിന്ന് മാറ്റുക, അതാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ ഇല്ല, അവൾ എൻ്റെയാണ്. കാലങ്ങളായി ഞാൻ അവളെ നെഞ്ചിലേറ്റി നടക്കുന്നത്. അവളെ അവന് ഞാൻ വിട്ടുകൊടുക്കില്ല. വേണ്ട കണ്ണ,
അവനുമായിട്ട് കൊമ്പ് കോർക്കാൻ നിന്നാൽ തോറ്റു പോകുകയുള്ളൂ. അവൻ താലി കിട്ടിയവളാണ്. ഇനിയൊരിക്കലും അവൾ നിന്റെ സ്വന്തം ആകില്ല. മതി നിർത്ത് ഗൗരി, അവൾ എന്റേതാണ്. മതി നിർത്ത് ഗൗരി, അവൾ എന്റേതാണ്. അതിലൊരു മാറ്റവുമില്ല. അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു അവൻ. രുദ്ര, എടാ, എന്താ നിന്റെ പ്ലാൻ? നിന്നെ ആക്രമിച്ചത് കൊട്ടേഷൻ ടീമാണെന്ന് മനസ്സിലായി. പക്ഷെ അവരെ അയച്ചത് ആരായിരിക്കും? ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. വേറെ ആര്? വിശ്വനാഥ് ആചാര്യൻ തന്നെ, രുദ്രൻ പറഞ്ഞു. വാട്ട്? അയാൾ എന്തിന്? ഇന്ദ്രൻ വീണ്ടും ചോദിച്ചു. ഷികയുടെ പേരൻസ്, അവരുടെ മർഡറിന് പിന്നിൽ വിശ്വനാഥാണ്. സകല തെളിവുകളോടും കൂടെ അയാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ അയാളെ ഒറ്റയടിക്ക് തകർക്കാതെ ബിസിനസ്സിൽ ഓരോ അടികൾ നൽകി അയാളെ പടികുഴിയിൽ വീഴ്ത്താൻ ശ്രമം നടത്തി. അത് മനസ്സിലാക്കി എന്നെ അവർ വെട്ടിവീഴ്ത്തി. പക്ഷെ അയാൾ മറന്നുപോയി ഇത് രുദ്രാൻഷ് ആണെന്ന്. മുറിവേറ്റ എൻ്റെ ഉള്ളിൽ അയാളെ അഗ്നിയാക്കാനുള്ള പകയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ തിരിച്ചടി ഞാൻ അയാൾക്ക് നൽകിക്കഴിഞ്ഞു. എങ്ങനെ? ഇന്ദ്രൻ സംശയത്തോട് ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ, രുദ്രൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നേരം വെളുത്തു വരാൻ സമയമാകുന്നതേ ഉള്ളൂ. എങ്കിലും ഗൗരി നേരത്തെ എഴുന്നേറ്റു. കണ്ണുകൾ തുറന്ന് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ എന്നത്തെയും പോലെ അവളുടെ നെഞ്ചിൽ ഒരു ഭാരം. വേറെയൊന്നുമല്ല, സ്വന്തം കെട്ടിയവൻ തന്നെയാണ്. ഇപ്പോൾ ഇത് പതിവാണ്. കിടക്കുമ്പോൾ അവന്റെ നെഞ്ചിലാണ് അവളെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ അവളുടെ നെഞ്ചിലായിരിക്കും അവൻ കിടക്കുന്നത്. കള്ള ചെകുത്താൻ, എപ്പോഴാണോ ഇങ്ങനെ കിടക്കുന്നത്? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ തലയെടുത്ത് തലയണയിലേക്ക് വെച്ച് നെറ്റിലൊരു ചുംബനം കൊടുത്ത് അവൾ എഴുന്നേൽക്കാൻ വേണ്ടി നിന്നതും അവളുടെ കയ്യിൽ പിടിവീണു. അവൾ തിരിഞ്ഞു വൻഷിനെ നോക്കി. ഇപ്പോഴും ഉറക്കത്തിലാണ്. അവൾ ചിരിയോടെ അവന്റെ കൈകൾ മെല്ലെ വേർപെടുത്തി അവളുടെ തലയണിലേക്ക് വെച്ചു കൊടുത്തു. ഉറങ്ങുമ്പോൾ കൊച്ചുകുഞ്ഞിന്റെ ഭാവമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങുന്നത് നോക്കിയിരിക്കാൻ ഗൗരിക്ക് ഇഷ്ടമാണ്. ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കുമ്പോഴുള്ളതാണ് കയ്യിൽ പിടിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പൂർണ്ണമായും ഉറക്കത്തെ പുൽകിയിട്ടെ അവൾ എഴുന്നേൽക്കൂ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഉള്ളിൽ നിറയെ നിങ്ങൾ മാത്രമാണ്. ഞാനും എൻ്റെ കൊച്ചു കുടുംബവുമായിരുന്ന ലോകത്ത് നിങ്ങളും കൂടി ചേർന്നപ്പോൾ ഒരു പൂർണ്ണത വന്നതുപോലെ. അറിയില്ല, എപ്പോഴേക്കോ ഈ സാമീപ്യം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്ന് ഈ ഒരാളില്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴും വൻഷ് ഗൗരിയുടെ തലയണയിൽ മുഖം പൊഴുത്തി ഉറങ്ങിയിരുന്നു. കുളി കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ അച്ചമ്മ എഴുന്നേറ്റിട്ടുണ്ട്. വിളക്ക് വെച്ച് തൊഴുത് അച്ചമ്മയുടെ കൂടെ ചേർന്ന് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. പിന്നെ വൻഷിനുള്ള ചായ എടുത്ത് റൂമിലേക്ക് ചെന്ന് കുളിച്ച് ഫ്രഷായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ട് പോവാ ചേട്ടാ? ഗൗരി, എനിക്കൊരിടം വരെ പോകണം, അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആ. അവൾ മൂളിക്കൊണ്ട് ചായ കയ്യിൽ കൊടുത്തു. അവൻ ചായ വാങ്ങി കുടിച്ചു. ശേഷം കപ്പ് തിരികെ അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ നെറ്റിയിലൊന്ന് മുത്തി അവൻ അവിടെ നിന്നും ഇറങ്ങി. ഗൗരിയും അവന്റെ പുറകെ പോയി. കാറിൽ കയറി അവൻ പോകുന്നത് കണ്ടതും അച്ചമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോൻ എങ്ങോട്ട് പോയതാ മോളെ? അച്ചമ്മ ചോദിച്ചു. അറിയില്ല അച്ചമ്മേ, എവിടെയോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞു. ആ, ഇരുട്ടാവും മുന്നേ ഇങ്ങോട്ട് എത്താൻ പറഞ്ഞില്ലേ? മോള് വാ, അച്ചമ്മയ്ക്ക് ഒരു കൂട്ടം പറയാനുണ്ട്. ഇന്നലെ മോനെ കണ്ടപ്പോൾ പറയാൻ അച്ചമ്മ മറന്നുപോയി. എന്താ അച്ചമ്മേ? ഗൗരി മുത്തശ്ശിയുടെ കൂടെ ചെന്നു. മുത്തശ്ശി അവളുമായിട്ട് നേരെ റൂമിലേക്ക് പോയി. മുത്തശ്ശി അവളെ ബെഡിലേക്ക് ഇരുത്തി. മോളെ, ദേവൻ മോനെ നിനക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അവൻ നിന്നെ കല്യാണം കഴിച്ചേ? അച്ചമ്മ ചോദിച്ചു. അതച്ചമ്മേ, ആരാ ഈ ദേവൻ? ഗൗരി സംശയത്തോട് ചോദിച്ചു. അപ്പോൾ മോൾക്കറിയില്ലേ ദേവനെ? നിന്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. ഒപ്പം നിന്റെ അച്ഛൻ്റെ വല്യച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ മകനാണ്. ദേവച്ചൻ്റെ മകനാണെങ്കിൽ ദച്ചുവേട്ടൻ എങ്ങനെ ഈശ്വരച്ചൻ്റെ വീട്ടിൽ? ഗൗരിയുടെ മനസ്സിൽ സംശയം വന്നു. മോളെ ഗൗരി, എന്താ എൻ്റെ കുട്ടി ആലോചിച്ച് നിൽക്കുന്നേ? മുത്തശ്ശി അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്കിതൊന്നും അറിയില്ല. ദച്ചുവേട്ടൻ്റെ അനിയൻ ഇഷിമോളുടെ കൂടെയാണ് പഠിച്ചത്. അങ്ങനെ കണ്ട് ഇഷ്ടമായി കല്യാണം ഉണ്ടായത്. ഗൗരി മുത്തശ്ശിയോട് കള്ളം പറഞ്ഞു. അങ്ങനെയാണോ? എന്തായാലും നിനക്ക് വരനായി നിശ്ചയിച്ചത് ദേവന്റെ മകനെ തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടന്നത്? നന്ദൻ എപ്പോഴും പറഞ്ഞിരുന്നു ദേവന്റെ മോനുള്ളതാണ് നീയെന്ന്. അലോക് മോൻ നിനക്ക് വേണ്ടി നന്ദനോട് വാശി പിടിച്ചിരുന്നു. അതൊന്നും നടക്കില്ലെന്ന് നിന്റെ അച്ഛൻ ആദ്യമേ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു രഘുവേട്ടനും മക്കളും മോളെ ഉപദ്രവിക്കുമെന്ന്. പക്ഷേ ഒന്നും ഉണ്ടാകാതെ ദേവന്റെ മോൻ തന്നെ നിന്നെ രക്ഷിച്ചില്ലേ? അപ്പോ ദേവച്ചൻ എവിടെ? ഇവിടെയുണ്ടോ? ഗൗരി ചോദിച്ചു. ഇല്ല, ദേവനെ അവന്റെ അച്ഛനും ഏട്ടനും ചേർന്ന് കൊന്നുകളഞ്ഞു. എന്താ? ഗൗരി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നും മനസ്സിലാകാതെ ഗൗരിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അതേ മോളെ, സത്യമാണ്. ദേവനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. രാമേട്ടനാണ് ദേവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയത്. നന്ദന്റെ ഒപ്പം മരുന്നിന്റെ വിദ്യകൾ അവനെയും പഠിപ്പിച്ചു. നന്ദനേക്കാൾ മിടുക്കനായിരുന്നു. എല്ലാം ഒറ്റ നോട്ടത്തിൽ എല്ലാം ഹൃദയസ്ഥമാക്കും. നന്ദന് നിന്റെ അമ്മ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ അച്ചാച്ചൻ പുറത്താക്കിയത് മനഃപൂർവ്വമായിരുന്നു. ദേവൻ കണ്ടുപിടിച്ച ഒരു മരുന്നിന് വേണ്ടി ഏട്ടനും മക്കളും ദേവനെ അപായപ്പെടുത്തുമെന്ന് തോന്നിയതുകൊണ്ട്. പക്ഷേ ദേവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ അവർ ദേവനെ ഇല്ലാതാക്കി. ഒരുപാട് അനുഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ. ഇതൊന്നും നിങ്ങൾ അറിയരുതെന്ന് നന്ദന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അറിയാൻ സമയമായതുകൊണ്ട് ഇനിയും മറച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ. ഗൗരി ഒന്നും മിണ്ടാതെ അവരെ കേട്ടിരുന്നു. വൻഷിനെക്കുറിച്ചും പലതും അറിയാൻ ഇനിയുണ്ടെന്ന് തോന്നിയവൾക്ക്. ഹേ ഫോർണോ, മീറ്റ് മിസ്റ്റർ ഹർഷ് വർമ്മ. ഹീസ് ഫ്രം കേരള.
Hi, hello. We need your help. Yes, tell me. Someone should be killed. Who? വൻഷ് ദീക്ഷിത്. വാട്ട്? അയാളുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴുകിക്കേട്ടു. അതിൽ ദേഷ്യമല്ല, ഭയമായിരുന്നു. വാട്ട് ഹാപ്പൻ ഫോർനോ? അയാൾ അവനോട് ചോദിച്ചു. യു കെയിം ടു മീ ബിക്കോസ് യു ഡോണ്ട് നോ അബൌട്ട് ഹിം. യു ഷുഡ് ലീവ് ഹിയർ ആസ് സൂൺ ആസ് പോസിബിൾ. ഹീസ് എ ഡെവിൾ. ഹിസ് വൈൽഡ്നെസ് ഈസ് ബിയോണ്ട് വാട്ട് യു തിങ്ക്. നീ അവനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എത്രയും വേഗം നീ ഇവിടെ നിന്ന് പോകണം. അവനൊരു പിശാചാണ്. അവൻ്റെ വന്യത നീ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ബട്ട് ഫർണോ, ഇല്ല, ലോകത്തിൽ ഏതൊരു കൊട്ടേഷൻ ടീമോ അവൻ്റെ പേര് കേട്ടാൽ നടുങ്ങും. നീ അവന് വേണ്ടി വിരിച്ച വലയിൽ ചാടും. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത്രയും പറഞ്ഞ് അയാൾ അയാളുടെ ആളുകൾക്ക് നേരെ കണ്ണ് കാണിച്ചുകൊണ്ട് അവരെ പുറത്താക്കാൻ പറഞ്ഞു. വൻഷ് അവിടെ നിന്ന് നേരെ പോയത് കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്തു. അവൻ വന്നതും അവൻ്റെ ചുറ്റിനും തോക്ക് പിടിച്ച് കുറേ ബോഡി ഗാർഡ്സ് നിരന്നു നിന്നു. വൻഷ് നേരെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അതിൻ്റെ അകത്തേക്ക് കയറി. അതിൻ്റെ അകത്തുള്ള വിദേശികൾ അവനെ കണ്ടതും വിഷ് ചെയ്തു. അവനും അവരെ തിരിച്ച് വിഷ് ചെയ്തു. അതിൻ്റെ ടോപ്പ് റൂഫിലേക്ക് പോയി. അവിടെ ഒരു 50 വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ബിസിനസ് സ്യൂട്ടായിരുന്നു അയാളുടെ വേഷം. വൻഷ് അയാളെ കണ്ടതും ആലിംഗനം നൽകി. ഇരിക്കു വൻഷ്, അയാൾ അവനോട് പറഞ്ഞു. എന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? എനിത്തിങ് ഒഫീഷ്യൽ? വൻഷ് അയാളോട് ചോദിച്ചു. യെസ്. ഇരുവരും കാര്യമായി ചർച്ചയിലായിരുന്നു. അവരുടെ സംസാരം നീണ്ടു. 2 മണിക്കൂർ കഴിഞ്ഞതും വൻഷ് യാത്ര പറഞ്ഞിറങ്ങി. വൻഷിന്റെ ബിസിനസ് പാർട്ട്ണറിലെ ഒരാളാണ് മിസ്റ്റർ ഫെർണിക് ഡിസൂസ. മൾട്ടി ലെവൽ ബിസിനസ് ആണ് അയാൾക്ക്. വൻഷിനെ ഒരു ബിസിനസ് മീറ്റിംഗിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു. ഇന്നും അയാൾ കേരളത്തിൽ വന്നാൽ വൻഷിനെ മീറ്റ് ചെയ്തേ പോവുകയുള്ളൂ. ഉച്ച കഴിഞ്ഞതും വൻഷു മടങ്ങിയെത്തി. ഗൗരിയെ ചുറ്റിലും നോക്കിയെങ്കിലും അവൻ കണ്ടില്ല. പുറത്തേക്ക് കയറി. വണ്ടിയുടെ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി വന്ന് ഡോറ് തുറന്നു കൊടുത്തു. അവൻ അകത്തേക്ക് കയറി അച്ചമ്മയെ തിരക്കി. അച്ചമ്മ ഉച്ചമയക്കത്തിലാണെന്ന് പറഞ്ഞതും അവൻ റൂമിലേക്ക് പോയി. അവിടെയൊന്നും ഗൗരിയെ കണ്ടില്ല. അവൻ ഡ്രസ്സ് മാറി ഫ്രഷ് ആകാൻ വേണ്ടി ടവലെടുത്ത് പുറത്തേക്ക് നടന്നു. ഇവിടെ ഒരു കുളമുണ്ടെന്ന് ഗൗരി ഇന്നലെ പറഞ്ഞിരുന്നു. എന്തോ വൻഷിനൊന്ന് മുങ്ങി കുളിക്കാൻ തുടങ്ങി. വൻഷിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇഷ്ടമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് ബിസിനസ് യാത്രകളെന്ന് പറഞ്ഞ് അവൻ പോകുന്നത് കാടും മേടും അരുവികളുമായി അടുത്ത് ഇടപഴകാനായിരുന്നു. വൻഷിന്റെ ഈ ഒരു രീതി അറിയുന്നത് അവന്റെ ബോഡി ഗാർഡ്സിൽ ചിലർക്കാണ്. എത്ര സെക്യൂരിറ്റി വേണ്ടെന്ന് പറഞ്ഞ് അവൻ ഒഴിവാക്കിയാലും അവന്റെ സെക്യൂരിറ്റി വിങ്ങിലെ 2 പേർ അവന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. വൻഷ് കുളപ്പുരയിലേക്ക് നടന്നു. കുളപ്പുരയുടെ വാതിൽ തുറന്ന് വാതിലടച്ച് പടവുകൾ ഇറങ്ങി. ഇട്ടിരിക്കുന്ന ടീഷർട്ടും മുണ്ടും അഴിച്ച് തോർത്തെടുത്ത് കുളത്തിലേക്ക് ഇറങ്ങിയതും വെള്ളത്തിൽ നിന്നും ഗൗരി പൊങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. വൻഷിന്റെ കണ്ണുകൾ അവളെ കണ്ട് തിളങ്ങി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വൻഷിനെ കണ്ട ഞെട്ടലിലായിരുന്നു ഗൗരി. ഡാമിറ്റ്, താനല്ലേ പറഞ്ഞത് അയാൾ ഇന്റർനാഷണൽ ലെവൽ കില്ലറാണെന്ന്? ഹർഷിത് വർമ്മ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു. ഫെർണോ ഇന്റർനാഷണൽ കില്ലർ തന്നെയാണ്. പക്ഷെ അവന്റെ കണ്ണുകളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഭയം കാണുന്നത്. ഏത് കൊലക്കൊമ്പന്മാരെ ഒളിഞ്ഞിരുന്ന് വീഴ്ത്താൻ കഴിവുള്ളത് കൊണ്ട് തന്നെ നീ എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ കൊണ്ടുവന്നത്, അയാൾ വിസന്നതയോടെ പറഞ്ഞു. എന്തായാലും അവനെ പൂട്ടാൻ എനിക്കറിയാം. അവന് പ്രിയപ്പെട്ട എന്തെങ്കിലും ഇല്ലാതെ ഇരിക്കില്ലല്ലോ. അവന്റെ കുടുംബം തന്നെ ഞാൻ ഇല്ലാതെയാക്കും, അയാൾ പകയോടെ പറഞ്ഞു. എന്നാൽ അയാൾ അറിഞ്ഞില്ല തീ കൊണ്ടാണ് അയാൾ കളിക്കുന്നതെന്ന്. രുദ്രൻ കാറിൽ പോവുകയാണ്. കൂടെ ഇന്ദ്രനും ഉണ്ട്. പരസ്പരം ഒന്നും സംസാരിക്കാതെ പല പല ചിന്തകളിലാണ് ഇരുവരും. കാറിനുള്ളിലെ മൗനത്തെ ഭേദിച്ച് ഇന്ദ്രൻ അവനെ വിളിച്ചു. രുദ്രൻ അതിനൊന്നും പറഞ്ഞില്ല. ഇന്ദ്രന്റെ മനസ്സിൽ പലതും കടന്നുപോയി. കുറച്ചു ദിവസമായി രുദ്രൻ ഡിസ്റ്റർബാണ്. ഒപ്പം എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിലാണ്. ഓഫീസിലെ ചില കാര്യങ്ങളിലും മാറ്റം വരുത്തി. എല്ലാം തന്നെ പെട്ടെന്നായിരുന്നു. അതും അവന്റെ മാത്രം തീരുമാനം. ഒരുപാട് ദൂരം പിന്നിട്ട് അവരുടെ വണ്ടി നിന്നത് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. വണ്ടിയിൽ നിന്ന് രുദ്രൻ ഇറങ്ങി. താഴെ മൊട്ടക്കുന്ന് പോലെ കാണുന്ന സ്ഥലത്തേക്ക് അവൻ നോക്കി നിന്നു. രുദ്രനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്ദ്രൻ. ഉള്ളിലാകെ തളർന്നു നിൽക്കുകയാണ്. അവന്റെ നിൽപ്പ് കണ്ടപ്പോൾ ഇന്ദ്രന് മനസ്സിലായി. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. കുറച്ചുനേരം ഇരുവരും മൗനമായി തന്നെ നിന്നു. ആ മൗനത്തെ ഭേദിച്ച് ഇന്ദ്രൻ രുദ്രനെ വിളിച്ചു. രുദ്ര, ആർ യു ഓക്കെ? നോ, ഐ എം നോട്ട് ഓക്കെ.